ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സയ്യിദന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 1446 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ലോകത്തിന്റെ നേതാവ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ജന്മദിനം നാം എല്ലാവരും ആഘോഷിക്കുകയാണ്. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നു. ഇസ്ലാമിനെ ഒരാൾക്ക് പോലും ഉപദ്രവവും ഇല്ലാതെ നല്ല രൂപത്തിൽ തന്നെ ഇവിടെ പടച്ചുണ്ടാക്കി. ഇങ്ങനത്തെ ഒരു ഈ ലോകത്ത് ഇങ്ങനത്തെ ഒരു നേതാവ് ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഇല്ല. കാരണം അത്രക്കും വലിയ നേതാവായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് ഈ ലോകത്തേക്ക് പൂജാതനായി വരുന്ന കാലത്ത് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അപ്പോൾ ജീവനോടെ തന്നെ മൂടിയിടുന്ന കാലമായിരുന്നു. ആ ഒരു കാലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങളാരും കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഈ ലോകത്തെ പെണ്ണുങ്ങൾ ഇസ്ലാം അവർക്കെതിരാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ സ്ത്രീകളോട് അത്രക്കും അധികം വാത്സല്യത്തോടെ പെരുമാറിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒറ്റ മതമാണ് ഇസ്ലാം. ഇസ്ലാം ഇതുവരെ ആരോടും ആക്രമിച്ചുകൊണ്ടും അല്ലാതെ അവരുടെ കാര്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തിക്കൊണ്ടുമൊന്നും കടന്നു വന്നിട്ടുണ്ടായതല്ല. ഇസ്ലാമിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ വാക്കുകളും ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇത്ര വർഷമായിട്ടും ഇസ്ലാം ഇതുവരെ ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മതത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുമില്ല. ഏതൊരു സംഭവങ്ങൾ വരികയാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം സ്വഹാബത്തിങ്ങളോട് കാര്യങ്ങൾ പറയും, എന്നിട്ട് ഈ ലോകത്ത് നടപ്പാക്കുകയുണ്ടായിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ ഇപ്പോഴും ഈ സമുദായങ്ങളിൽ ചർച്ചകളുണ്ട്. സ്വഹാബത്തിങ്ങൾ അവർ കഴിച്ചിട്ടില്ലാത്ത നബിദിനം നാം എങ്ങനെ കഴിക്കുമെന്നാണ് അവരുടെ വാക്കുകൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തും ഖുതുബകൾ അറബിയിലായിരുന്നു പാരായണം ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാത തന്നെയാണോ എന്ന് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾ വരുന്ന സമയത്ത് വിശ്രമത്തിന് വേണ്ടി സൗർ ഗുഹയിൽ ഇരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ വന്ന് ശത്രുക്കൾ ഗുഹയുടെ അടുക്കലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശത്രുക്കൾ ഗുഹയുടെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ നബിയെ, നമ്മെ അവർ കാണുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, അവർക്ക് നമ്മൾ ഇവിടെ ഉള്ളത് തിരിയില്ല. അങ്ങനെ ശത്രുക്കൾ ഗുഹയുടെ അടുക്കൽ വന്നപ്പോൾ ജലന്തി വലകളും പ്രാവ് മുട്ടയിട്ടതുമെല്ലാം കണ്ടപ്പോൾ അവർ തിരിച്ചുപോയി. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.